ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി വിറകടുപ്പിലാണ്. അപ്പം നമുക്ക് വിറകടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒരല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നല്ല തീയിൽ വേവിക്കാം. ഈ ചിക്കൻ ഇവിടെ വേവുന്ന നേരം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സബോളയും തക്കാളിയും കൂട്ടങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, 3 സബോള. അപ്പോൾ നമുക്ക് ഇഞ്ചിയും സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കാം. രണ്ട് സബോളയോ? 3 എടുത്തിട്ടുണ്ട്. 3 വേണ്ടേ? 2 മതിയോ? 2 മതി. 2 എടുക്കാം. നമ്മൾ ആദ്യം 3 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 2 മതി എന്നപ്പോൾ അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 സവാള എടുക്കാം. അധികം ഗ്രേവിയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സവാള അധികം വേണ്ട. 2 സവാളയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അരിഞ്ഞ് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി അങ്ങനെ ഇടുവാണ്. അതേമാതിരി വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയെല്ലാം ഒരുപാട് ചെറുതാക്കണമെന്നില്ല. അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലാണ് ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും സബോളയൊക്കെ റെഡിയാക്കുന്നത്. ഇതേ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായി മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും നമുക്ക് വറുത്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായി മിക്സായി വരുന്ന നേരം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നായി വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് നന്നായി വഴറ്റിയ ശേഷം മാത്രം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഒരല്പം വെള്ളവും ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുറുക്കിയെടുക്കാം. ഇത് റെഡിയായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലോട്ട് മിക്സാക്കി ഇളക്കി കൊടുക്കാം. ഇതേ സമയം നമ്മളിവിടെ റെഡിയാക്കി വെച്ച ചിക്കൻ നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ട് ചൂട് കയറ്റാനായി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മല്ലിയില വേണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിയിലയാണ്. ഈ തരം മല്ലിയില നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൈ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറിക്കാനായിട്ട് ഞാനിപ്പോൾ വന്നേ. നമുക്കത് 2 ഇല ഇവിടെ പറിക്കാം. 2 ഇല മതി. അത് പറിച്ചെടുത്തിട്ട് നല്ല പച്ചവെള്ളത്തിൽ നന്നായി കഴുകാം. കഴുകിയ മല്ലിയില നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തനി നാടൻ രീതിയിലുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്കത് ചോറിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പം ചോറും ചക്കയും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ അതാണ് കഴിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.